ഗ്രാമീണ ഭംഗിയുടെ ശാലീനത അതോടൊപ്പം ഭക്തിയുടെ നൈർമല്യവും ചേർന്ന ഒരു മനോഹരമായ ക്ഷേത്രം. പഞ്ചപാണ്ഡവർ വന്ന് പ്രതിഷ്ഠിച്ച ഭഗവാന്റെ വിഗ്രഹം, അതോടൊപ്പം ശിവചൈതന്യവും വന്നു ചേർന്ന ദേവീ ചൈതന്യവും ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ പുണ്യദർശന സന്നിധി. കോട്ടയം ജില്ലയിൽ പാത്താമുട്ടംകരയിൽ ഭക്തർക്ക് അനുഗ്രഹമേകി ഈ ദേവദേവീ ചൈതന്യങ്ങൾ കുടികൊള്ളുകയാണിവിടെ. ഇത്രയേറെ മനോഹാരിതയേറിയ ഈ ക്ഷേത്രം, അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ നമ്പൂതിരി. വയനാട്ടിലെ സതീഷ് കുമാർ എന്നാണ് വിളിപ്പേര്. ഞങ്ങളുടെ വയനാട്ടിലെ കുടുംബ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ വന്ന് ഇല്ലത്ത് വന്ന് താമസിക്കുകയും അവരിവിടെ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി അവരുടെ പ്രദർശനം നടത്തി എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ ഇവിടെ താളിയോല കേന്ദ്രം അത് ഈയിടെ ഒന്ന് പരിശോധിച്ചു. അപ്പം അതിനകത്ത് 1020 ആണ്ടിൽ ഇവിടെ ഒരു അഷ്ടബന്ധ കലശം നടത്തിയതായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് ആയിട്ട് മൊത്തം അതിൻ്റെ വായിച്ച് നോക്കിയിട്ട് വേണം പറയാൻ പറ്റുള്ളൂ. അത് പാത്താമുട്ടം വിഷ്ണുശിവ ദേവീക്ഷേത്രം എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. നരസിംഹസ്വാമിയാണ് ഇവിടെ. നേരത്തെ വിഷ്ണു ശിവക്ഷേത്രമായിരുന്നു. പിന്നീട് ഭദ്രകാളിയുടെ അക്കരെ ഇവിടെ ഒരു സ്ഥലത്തു നിന്ന് ഭദ്രകാളി ഇങ്ങോട്ട് ആവാഹിച്ചു കൊണ്ടുവന്നിട്ട് അതിപ്പോൾ ഏകദേശം ഒരു 10-20 വർഷത്തോളമായി ഭദ്രകാളി വന്നിട്ട്. അതുകൊണ്ട് വിഷ്ണു ശിവ ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. വിഷ്ണുവിന് ശിവന് തുല്യ പ്രാധാന്യമാണ് ഇവിടെ. പക്ഷേ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയായിട്ടാണെങ്കിലും നരസിംഹമായിട്ടാണ് ആരാധിക്കുന്നത്. പിന്നെ ഇവിടെ തന്ത്രി പെരിങ്ങേരി വനവാസുദേവൻ നമ്പൂതിരിയാണ്. വിഷ്ണുവിന് ശിവന് തുല്യ പ്രാധാന്യമാണ്. വിഷ്ണു ഉണ്ട്, ശിവനുണ്ട്, പിന്നെ ഭദ്രകാളി, പിന്നെ ഗണപതി, ശാസ്താവ്, പിന്നെ രക്ഷസ്, 2 രക്ഷസുണ്ട്, പിന്നെ 2 യക്ഷിയുണ്ട്, പിന്നെ സർപ്പമുണ്ട്. എല്ലായിടത്തും ദിവസവും നിവേദ്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഷ്ടബന്ധ കലശം നടന്നത് മെയ് മാസത്തിൽ. ഇനിയിപ്പോൾ ഉടനെ ഇപ്പോൾ നാളെ 21-ാം തീയതി മുതൽ 4 ദിവസത്തേക്ക് പരിഹാരക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിഹാരക്രിയ നടത്തി ശിവന്റെ ക്ഷേത്രം പുതുക്കി പണിയാനായിട്ട്, വലിപ്പം കൂട്ടി പണിയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഈയിടെ ഒരു താമ്പൂല പ്രശ്നം വെച്ചു. താമ്പൂല പ്രശ്നം വെച്ചതിൻ്റെ പരിഹാരക്രിയകളാണ് 21-ാം തീയതി മുതൽ 4 ദിവസം നടത്തുന്നത്. താമ്പൂല പ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നവിധിയിൽ അക്കരെ ഈ ദേവിയെ പ്രതിഷ്ഠ നടത്തിയാണ് കൃഷ്ണന്റെ ക്ഷേത്രം കൂടെ ഉണ്ടായിരുന്നു. അവിടെ കൃഷ്ണന് ഇവിടെ ഒരു പ്രാധാന്യം ഇല്ലാതെയാണ് ഇപ്പോൾ കൃഷ്ണൻ ഇരിക്കുന്നത്. പ്രാധാന്യത്തോടെ കൃഷ്ണന്റെ ഒരു ശ്രീകോവിലായിട്ട് പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും പണിയാനായിട്ട് ഇരിക്കുകയാണ്. സർപ്പത്തിന് ദിവസവും നിവേദ്യമുണ്ട്. ഇവിടെ നട തുറക്കുന്നത് വെളുപ്പിന് 4 മണിക്ക് നട തുറക്കും. 10 മണി വരെയാണ്. പിന്നെ വൈകിട്ട് ഞങ്ങൾ 5 മണി മുതൽ 7 മണി വരെയാണ്. വൈകിട്ട് വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ദീപാരാധനയും വൈകിട്ട് പൂജകളുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പക്ഷെ പണ്ട് പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ വന്ന് ഞങ്ങളുടെ ഇല്ലത്ത്, വയനാട്ടില്ലം, ഇവിടെ അടുത്ത് തന്നെ വയനാട്ടില്ലം, അവിടെ ഇപ്പോൾ ഇവിടെ മൊത്തം കാടായിരുന്നു. ആ സമയത്ത് അവർ ഞങ്ങളുടെ ഇല്ലത്ത് വന്ന് താമസിക്കുകയും അവരിവിടെ പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ് ഐതിഹ്യത്തിൽ പറയപ്പെടുന്നത്. ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരുപാട് വിഷുവിന് ഇവിടെ പാൽപ്പായസമുണ്ട്. പിന്നെ രഹസ്യ നിവേദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട്. പിന്നെ ഒരു ദിവസം പൂജയുണ്ട്. പിന്നെ ദേവിക്കും ശിവനും കടുംപായസം. പിന്നെ അർച്ചനകളെല്ലാം ഉണ്ട്. രഹസ്യ നിവേദ്യം 101 തേങ്ങ ഇടിച്ച് പിഴിഞ്ഞ് പായസം എന്ന് പറയും. 101 തേങ്ങ അതിൻ്റെ പാലെടുത്തിട്ട് പായസമായിട്ട് വെച്ച് നിവേദിക്കുന്നതാണ്.